തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ പൂരത്തേക്കാൾ വലിയ പൂരമായിരുന്നു എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല. ശരിക്കുമുള്ള ത്രികോണ മത്സരത്തിന്റെ ചൂടും ചൂരും നിറഞ്ഞ മത്സരമായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേത്. ഒരുപക്ഷെ പ്രതാപൻ എന്ന അതികായനെതിരെ ഉണ്ടായേക്കാവുന്ന അദ്ദേഹത്തിന് എതിരെയുള്ള സിറ്റിംഗ് എം പിക്കെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം മറികടക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് അതിന്റെ ഏറ്റവും തലയെടുപ്പുള്ള നേതാവായ മുരളീധരനെ കൊണ്ടുവരുന്നു. 5 വർഷത്തിലേറെയായി മണ്ഡലത്തിൽ എന്തു വില കൊടുത്തും തൃശൂർ ഞാൻ എടുക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെ സുരേഷ് ഗോപി മത്സരിക്കുന്നു. മണ്ഡലത്തിൽ ചിരപരിചിതനായ ഏവർക്കും പ്രിയങ്കരനായിട്ടുള്ള സുനിൽകുമാർ മണ്ഡലത്തിൽ ഇടതുപക്ഷ പ്രതിനിധീകരിച്ചുകൊണ്ട് മത്സരിക്കുന്നു. തീർച്ചയായിട്ടും ആര് വിജയിക്കുമെന്ന് പറയുക ഈ തരുണത്തിൽ വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. സുനിൽകുമാറും സുരേഷ് ഗോപിയും വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ്. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ സ്ഥാനം ഉറപ്പിച്ചതുപോലെയാണ് പ്രവർത്തനങ്ങൾ. അവധി പോലും ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു മന്ത്രിസഭയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിലാണ് പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിൽ നിന്ന് വരുന്ന കമന്റുകൾ. അപ്പൊ അദ്ദേഹം തൃശ്ശൂരിനെ ഹൃദയത്തിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഇടതുപക്ഷം കണക്ക് കൂട്ടുന്ന ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃശ്ശൂർ. പക്ഷെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ തീർച്ചയായിട്ടും വളരെ ആകുലത ഉണ്ടാക്കുന്നതാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം. UDF-ൽ മുരളീധരൻ തന്നെയാണ് പറഞ്ഞത് ഇപ്പോൾ ക്രോസ് വോട്ടിംഗ് നടന്നിരിക്കുന്നു എന്നുള്ളത്. CPM തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ നിയമസഭാ മണ്ഡലത്തിലെയും നാട്ടിക പ്രദേശങ്ങളിലെയും വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്തിരിക്കുന്നു BJPക്ക് അനുകൂലമായി എന്ന് അദ്ദേഹം പറയുകയും അതിനുള്ള തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു ആ പ്രദേശങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത എത്ര ശതമാനം വോട്ടുകൾ, എത്രത്തോളം വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്തു എന്നതിന്റെ രേഖ തങ്ങൾക്കുണ്ട് എന്നതിനെ പൂർണ്ണമായി തങ്ങൾക്ക് അറിയാം എന്നുള്ളതാണ് മുരളീധരൻ പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ജാമ്യമെടുക്കലും അതുപോലെ തന്നെ അദ്ദേഹത്തിന് വന്നിട്ടുള്ള ഒരു ആകുലതയും തന്നെയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 5% പോളിംഗ് കുറവാണ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ അവിടെ വോട്ടുകൾ 1,00,000-ഓളം വോട്ടുകൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. നാട്ടികയിൽ ഏതാണ്ട് 6,827 പുതിയ വോട്ടർമാരും ഗുരുവായൂരിൽ ഏതാണ്ട് 9,608 പുതിയ വോട്ടർമാർ വന്നു എന്നുള്ള വസ്തുതയും നമ്മൾ മറന്നുകൂടാ. മാത്രമല്ല തൃശ്ശൂരിലെ 7 മണ്ഡലങ്ങളും ഏതാണ്ട് ഇപ്പോൾ നിയമസഭാ മണ്ഡലങ്ങൾ LDF-ന്റെ കയ്യിലുള്ളതാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതൊക്കെ LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. മാത്രമല്ല അവിടെ ചില വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വിഭാഗങ്ങളും ഒക്കെ സുനിൽകുമാറിന് തന്നെയാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇടതുപക്ഷം കരുതുന്നത്. എന്നാൽ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് എല്ലാ ഘടകങ്ങളും അനുകൂലമായിരുന്നു എന്നുള്ളതാണ്. നരേന്ദ്രമോദി തന്നെ നേരിട്ട് പ്രചരണത്തിന് തുടക്കം കുറിച്ച മണ്ഡലം, സ്ത്രീ വോട്ടർമാരുടെ ഇടയിൽ അദ്ദേഹത്തിന് ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ള വിശ്വാസം, ധാരാളം വോട്ടുകൾ കൂടിയത് അത് ചെറുപ്പക്കാരുടെ വോട്ടുകളാണെന്നും അത് BJPക്ക് അനുകൂലമായി മാറും എന്നുമുള്ള വിശ്വാസം, അതുപോലെ തന്നെ തീർച്ചയായിട്ടും പല മൈനോറിറ്റി വോട്ടുകളുടെ ഇടയിൽ പോലും സ്വാധീനം ഉറപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്, നേരത്തെ തന്നെ പ്രചരണം തുടങ്ങി എന്നുള്ളത്, അതുപോലെ തന്നെ സുരേഷ് ഗോപി പാർട്ടി BJP എന്നതിൽ ഉപരിയായി വോട്ട് മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുള്ള വിശ്വാസം, വിജയിച്ചാൽ ആ മണ്ഡലത്തിന് മറ്റാരേക്കാളും ഗുണം ചെയ്യുന്ന വ്യക്തിയാണ് എന്നുള്ള തോന്നൽ, ഇതൊക്കെ BJPയിലെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അനുകൂല ഘടകങ്ങളാണ്. എന്നാൽ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം താനും തന്റെ പിതാവും ഒക്കെ മത്സരിച്ച മണ്ഡലം, കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത്, അതുപോലെ തന്നെ പല അദ്ദേഹത്തിനെതിരെ തന്നെ പല പാർട്ടികൾ അതിനുള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ ഉണ്ടായി, പലരുടെയെങ്കിലും വോട്ടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് BJPയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു പല മണ്ഡലങ്ങളിൽ നിന്നും അങ്ങനെയുള്ള ചില സൂചനകൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ UDF-നെ ആശ്വസിക്കാൻ വകയുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നത് ക്രോസ് വോട്ടിംഗ് നടന്നു, കാരണം അത് ഗുണം ചെയ്തേക്കാവുന്നത് UDF-നോ BJPക്കോ ആണെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഒരു UDF-ന് ഒരു അല്പം കൂടി
ഒരു ആത്മവിശ്വാസത്തോടുകൂടി അദ്ദേഹം പറയുകയാണ്, LDF ആണ് ക്രോസിംഗ് വോട്ട് നടത്തിയിരിക്കുന്നത്, അത് സുരേഷ് ഗോപിക്കാണ് ആ വോട്ട് പോയിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് താൻ ജയിക്കും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് LDFന്റെ വോട്ട് കുറയുമെന്നും അത് താൻ ജയിക്കുമെന്നും എന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ്. പക്ഷെ ഇത് വളരെ ആകുലതയിൽ നിന്ന് വരുന്ന ഒരു പ്രസ്താവനയാണെന്ന് നമുക്കറിയാം. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വിജയ പ്രതീക്ഷ വെച്ച് പുലർന്ന മണ്ഡലം തന്നെയാണ്. കാരണം പൊതുസമ്മതമായിട്ടുള്ള വോട്ടുകൾ, നിഷ്പക്ഷമായിട്ടുള്ള വോട്ടുകൾ, ഇതൊക്കെ ഇത്തവണ BJPക്ക് നേടിയെടുക്കാൻ കഴിയുന്ന മണ്ഡലം എന്നുള്ള അർത്ഥത്തിലാണ് തൃശ്ശൂർ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല പലതരത്തിലുള്ള BJPയുടെ വികസന പ്രവർത്തനങ്ങളും നേരിട്ട് മണ്ഡലത്തിൽ എത്തിക്കുവാൻ സുരേഷ് ഗോപി വളരെയധികം ശ്രമിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പ്രധാനമന്ത്രി റോഡ് ഷോ ഒക്കെ നടത്തി അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് സന്ദർഭത്തിൽ ഉൾപ്പെടെ അവിടെ വരികയും അതൊക്കെ ആ പാർട്ടി അണികൾ വലിയ ആവേശം കൊടുക്കുകയും അദ്ദേഹം നേരിട്ട് മണ്ഡലത്തെ സൗഹൃദം വീക്ഷിക്കുന്നു എന്നുള്ളതും, അവിടെ നിന്ന് സുരേഷ് ഗോപി വിജയിച്ചാൽ തീർച്ചയായിട്ടും ഒരു 5 മന്ത്രിമാരെങ്കിലും തന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന തരത്തിലുള്ള ഒരു മന്ത്രിസഭയായിരിക്കണം ഉണ്ടാകുന്ന അത്ര വരെ ചർച്ചകൾ നടന്ന, അല്ലെങ്കിൽ അത്ര വരെ കേന്ദ്രമന്ത്രി സഭയിൽ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ തനിക്ക് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നുള്ള തരത്തിൽ ഉറച്ച് സുരേഷ് ഗോപി ജനങ്ങളെ വിശ്വസിപ്പിച്ച, അതുകൊണ്ട് ഗുണം കൊയ്യും എന്ന് ഉറപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ BJP വളരെ ആത്മവിശ്വാസത്തിലാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മറ്റേത് മണ്ഡലത്തെക്കാളും ആത്മവിശ്വാസം പുലർത്താൻ കഴിയുന്ന ചില ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ച് CPIക്ക് കുറെ അധികം വേരോട്ടമുള്ള പ്രദേശമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. മാത്രമല്ല പൊതുസമ്മതനായ ഒരു സ്ഥാനാർത്ഥി എന്നുള്ളത് സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണം ചെയ്യും. അതുകൊണ്ട് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം പല സന്ദർഭങ്ങളിലും VS സുനിൽകുമാർ തെരഞ്ഞെടുപ്പിൽ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ടെന്ന് പറയാതിരിക്കാൻ വയ്യ. അപ്പൊ ആ ഒരു തോന്നൽ, ഒരുപക്ഷെ മൈനോറിറ്റി വോട്ടുകളും അതുകൊണ്ട് തന്നെ ജയസാധ്യത ഒരുപക്ഷെ ഇദ്ദേഹത്തിനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണമെങ്കിൽ സുനിൽകുമാറിനെ വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന് ആത്മവിശ്വാസം കുറയേണ്ടുന്ന ഒരു ഘടകവും അവിടെ ഇല്ല. അതേസമയം തന്നെ ഈ ക്രോസ് വോട്ടിംഗ് ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെ അപകടം ചെയ്യുക UDFനും LDFനും എന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ കാരണം നമ്മൾ തൃശ്ശൂരിന്റെ പൊതുവായിട്ടുള്ള ഒരു വോട്ടിംഗ് ട്രെൻഡ് പരിശോധിച്ചാൽ അവിടെ LDFന് വോട്ട് കുറഞ്ഞപ്പോൾ അത് നേരത്തെ തന്നെ ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് BJPക്കാണ്. മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടുകൂടി UDFൽ നിന്ന് BJPയിലേക്ക് പോകേണ്ടുന്ന കുറെ വോട്ടുകളെങ്കിലും പോയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ BJPക്ക് കൂടിയാൽ അതിൽ ഏറെ ക്ഷീണം സംഭവിക്കുക LDFനായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി വൈസ് എടുത്തു നോക്കിയാലും നേരത്തെ ഇപ്പൊ നായർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നേരത്തെ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടുന്ന വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ ഏറെക്കുറെ അത് നേരത്തെ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത്തവണ ആ ഷിഫ്റ്റ് കൂടുതൽ സംഭവിക്കുക ഇഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, തീയ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് എന്നൊക്കെ പൊതുവെ ചില അനാലിസിസുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇത്തവണ തീർച്ചയായിട്ടും ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ അത് BJPക്കായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് അങ്ങനെ തന്നെയാണ് മുരളീധരൻ പറയുന്നത്. അതൊരു പക്ഷേ BJPയുടെ വിജയസാധ്യത ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് പറയുന്ന പ്രസ്താവനയാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDFന് ഇപ്പൊ സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം വലിയ ഒരു ആത്മവിശ്വാസം മുരളീധരൻ പൊതുവെ പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രങ്ങളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ വെട്ടിപ്പിടിക്കുന്ന ആ മണ്ഡലത്തെ പിടിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട്. എന്നാൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും ഒക്കെ പരാജയപ്പെട്ട ഒരു ചരിത്രം കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും അദ്ദേഹത്തെ തുണയ്ക്കുന്ന ഒരു മണ്ഡലമാണോ നിർബന്ധമില്ല. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം പല തെരഞ്ഞെടുപ്പുകളിലും മാറി മാറി ഉണ്ടായ ഒരു ചരിത്രമാണ് തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പ്രതാപൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ്. അത് ഒരുപക്ഷെ UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു ആന്റി ഇൻകംബൻസി ഉണ്ടെങ്കിൽ പോലും അതിനെ മറികടക്കുവാൻ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കഴിഞ്ഞു എന്ന്. ആന്റി ഇൻകംബൻസി അഥവാ ഭരണവിരുദ്ധം എന്ന് ഞാൻ പറയുന്നത് അദ്ദേഹം ഒരു സിറ്റിംഗ് MP എതിരെയുള്ള ഒരു വിരുദ്ധ തരംഗം ഉണ്ടായാൽ അതുപോലും അവിടെ ഉണ്ടാകുന്നില്ല. കാരണം മുരളീധരനാണ് ആ സ്ഥാനത്തേക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനെയും മറികടക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ടുകളെല്ലാം കോൺഗ്രസിന്റെ പെട്ടിയിൽ വീഴും എന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പക്ഷേ ഇത്തവണ പല മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചു. അത് പ്രത്യേകമായി വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് ഇടതുപക്ഷ മണ്ഡലങ്ങളിലാണ്, ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന മണ്ഡലങ്ങളിലാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വോട്ടുകൾ, ആ പുതുതായി എത്തിയ വോട്ടുകൾ ഒരുപക്ഷെ ആ ചെറുപ്പക്കാരുടെ വോട്ടുകളാണെങ്കിൽ അതൊക്കെ കൂടുതലും BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ BJPയുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തൃശ്ശൂർ സ്വാഭാവികമായി
സ്വാഭാവികമായും ഈ പറയുന്നത് പോലെ ആരോപണം ഉന്നയിക്കുന്നതിൽ വാസ്തവമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് NDAക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകമായി തന്നെ മാറും, BJPക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഘടകമായി തന്നെ മാറും. മുൻപും ഇവിടെ നിന്ന് NDAക്ക് സ്ഥാനാർത്ഥികളെ വിജയികളെ കിട്ടിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയും താമര ചിഹ്നത്തിൽ ഒരാളെ പാർലമെന്റിൽ എത്തിക്കുവാൻ BJPക്ക് കേരളത്തിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിനെ മറികടക്കുവാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കാം എന്നുള്ളതാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കാത്തിരിക്കുക ജൂൺ 4 വരെ. അതുവരെയും നമ്മൾ ഈ കൂട്ടിക്കിഴിക്കലുകളുമായി മുന്നേറുമ്പോൾ ഇനിയും ചില ഡാറ്റകളൊക്കെ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ക്രോസ് വോട്ടിംഗ് തൃശ്ശൂരിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിസ്സംശയം പറയാം അത് BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ. എന്തായാലും മുരളീധരനെ അത്ര നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനും കഴിയില്ല. കാരണം പോയ പല മണ്ഡലങ്ങളിലും വിജയം പിടിച്ചെടുത്ത ആളാണ് മുരളീധരൻ എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുടുംബപരമായി തന്നെ സ്വാധീനമുള്ള മണ്ഡലത്തിൽ ഒരുപക്ഷെ സഹോദരിയും അവരുടെ കൂടെ നിൽക്കുന്നവരും രാഷ്ട്രീയപരമായി തന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും തനിക്കൊരുപക്ഷെ വിജയിച്ച് കയറാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ആത്മവിശ്വാസവും വലിയൊരു അഭിമാനവുമായി UDFന് മാറിയേക്കാം. എന്തായാലും സുനിൽകുമാർ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ ഒപ്പത്തിനൊപ്പം ഇഞ്ചോടിഞ്ച് നിൽക്കുന്ന ഈ പോരാട്ടത്തിൽ ആരാണ് വിജയി എന്ന് പ്രഖ്യാപിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. എന്നാൽ ഈ ആരോപണം ശരിയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രോസ് വോട്ടിംഗ് 2 മണ്ഡലത്തിലെങ്കിലും തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നിസ്സംശയം പറയാം ഇത്തവണ NDAക്ക് താമര ചിഹ്നത്തിൽ ഒരാളെ അവരുടെ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അത് തൃശ്ശൂരിൽ നിന്നാകാനാണ് സാധ്യത എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്.